ഹായ് പഞ്ചാര മിഠായി. ഒരു മുത്തശ്ശിക്കഥ. പണ്ട് പണ്ട് വെള്ളാരംകല്ല് എന്നു പേരുള്ള ഗ്രാമത്തിൽ ഒരു മുത്തശ്ശി താമസിച്ചിരുന്നു. ഒറ്റയ്ക്കായിരുന്നു മുത്തശ്ശിയുടെ താമസം. പൂച്ചയോടും കോഴിയോടുമെല്ലാം കുശലം പറഞ്ഞാണ് മുത്തശ്ശി പകൽ സമയം തള്ളി നീക്കിയിരുന്നത്. ഒരു ദിവസം കാടിനപ്പുറത്തുള്ള ഗ്രാമത്തിൽ താമസിക്കുന്ന തൻ്റെ പേരമക്കളെ കാണാൻ മുത്തശ്ശിക്ക് ആഗ്രഹം തോന്നി. പേരമക്കൾക്ക് കൊടുക്കാനായി ഒരു കൂടയിൽ നിറയെ പഴങ്ങളും ശേഖരിച്ച് ആ പഴക്കൂടയും തലയിൽ വച്ച് മുത്തശ്ശി തൻ്റെ യാത്ര ആരംഭിച്ചു. കൊടും കാട്ടിനുള്ളിലൂടെയുള്ള വഴിയിലൂടെ മുത്തശ്ശി പേടിയോടെ നടന്നു. അവിടെയും ഇവിടെയുമായി മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി കരുതലോടെ നടന്നു. പെട്ടെന്ന് മുത്തശ്ശിയുടെ മുന്നിലേക്ക് ഒരു കരടി ചാടി വീണു. പേടിച്ചുപോയ മുത്തശ്ശിയോട് ഈ കൊടും കാട്ടിലൂടെ ഒറ്റയ്ക്ക് എവിടെ പോകുകയാണെന്ന് കരടി ചോദിച്ചു. തൻ്റെ പേരമക്കൾ ഈ കാടിനപ്പുറത്തുള്ള ഗ്രാമത്തിലാണ് താമസിക്കുന്നതെന്നും അവരെ കാണാനുള്ള കൊതി കാരണം അവിടേക്ക് പോകുകയാണെന്നും മുത്തശ്ശി വിറച്ചുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശിയുടെ കയ്യിലെ പഴക്കൂട കണ്ട് കൊതി വന്ന കരടി മുത്തശ്ശിയോട് തനിക്ക് വേണ്ട പഴങ്ങൾ തന്നാൽ മുത്തശ്ശിയെ വെറുതെ വിടാമെന്ന് പറയുന്നു. ഇത് കേട്ട മുത്തശ്ശി കരടിക്ക് ആവശ്യമുള്ള അത്രയും പഴങ്ങൾ നൽകി കരടിയോട് യാത്രയും പറഞ്ഞ് ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നടത്തം തുടങ്ങി. പിന്നീട് വഴിയിൽ വച്ച് ഒരു കടുവയും കരിമ്പുലിയും ഒരു കുട്ടിയാനയും മുത്തശ്ശിയെ തടഞ്ഞു വെച്ചെങ്കിലും പഴക്കൂടയിലെ പഴങ്ങൾ കണ്ട് കൊതി വന്ന അവരെല്ലാം മുത്തശ്ശിയോട് വേണ്ടത്ര പഴങ്ങളും വാങ്ങിക്കഴിച്ച് മുത്തശ്ശിയെ പറഞ്ഞുവിട്ടു. അങ്ങനെ ആപത്തൊന്നും കൂടാതെ മുത്തശ്ശി തൻ്റെ പേരക്കുട്ടികളുടെ അടുത്തെത്തി. മുത്തശ്ശിയെ കണ്ട് പേരക്കുട്ടികൾ ആഹ്ലാദിച്ചു. അങ്ങനെ അവർക്ക് കാട്ടിലെ വിശേഷങ്ങളും മറ്റു കഥകളുമെല്ലാം പറഞ്ഞുകൊടുത്ത് മുത്തശ്ശി സന്തോഷത്തോടെ ജീവിച്ചു. ഹായ് പഞ്ചാര